എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിലെ വെള്ളക്കെട്ടിന് പ്രധാന കാരണങ്ങളിലൊന്ന് പേരണ്ടൂർ കനാലിലെ മാലിന്യങ്ങൾ നിറഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം മന്ത്രി ഗണേഷ് കുമാർ ബസ് സ്റ്റാൻഡ് സന്ദർശിച്ചെങ്കിലും പേരണ്ടൂർ കനാൽ ഭാഗത്തേക്ക് എത്തിയില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കറുത്ത വെള്ളം, നിറയെ മാലിന്യം, കുപ്പിയും പ്ലാസ്റ്റിക് കവറുകളും ഓയിലുകളുമെല്ലാമുണ്ട് ഇവിടെ. KSRTC ബസ് സ്റ്റാൻഡിന് സമീപം പാലത്തിന് താഴെ മുല്ലശ്ശേരി കനാൽ റോഡിനരികിലുള്ള പേരണ്ടൂർ കനാലിലെ കാഴ്ചയാണിത്. KSRTC ബസ് സ്റ്റാൻഡിലും പരിസരത്തും വെള്ളം കയറാൻ പ്രധാന കാരണവും കനാലിലെ വെള്ളം ഒഴുകിപ്പോകാത്തതാണ്. പാവല് മാത്രം മോളിൽ നിന്ന് വാരുള്ളൂ. ചെളി മാത്രം വാരിക്കഴിഞ്ഞാൽ ഈ ഒരു വെള്ളക്കെട്ട് ഈ ടൗണിലും ഉണ്ടാവില്ല, കമ്മട്ടിപ്പാടത്തുണ്ടാകുക. അതൊരിക്കലും ഇവർ ചെയ്യൂല എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർക്കും കോൺട്രാക്ടർമാർക്ക് ഇവർക്കൊക്കെ കാശ് കിട്ടാൻ വേണ്ടി കാലാകാലങ്ങളിൽ ഇത് ചെളിയെടുക്കണതിന് ചെളിയെടുക്കൂല. കമ്മട്ടിപ്പാടത്തെയും ഉദയ കോളനിയിലെയും 300ഓളം കുടുംബങ്ങൾക്ക് ഭീഷണിയാണ് കനാലിലെ മാലിന്യം. തേവര ഭാഗത്തെ കായലിലേക്ക് എത്തേണ്ട വെള്ളം ഒഴുകിപ്പോകാനിടമില്ലാതെ നിൽക്കുന്നു. പ്രദേശവാസികളുടെ പരാതികളുണ്ടാകുമ്പോൾ പേരിന് വൃത്തിയാക്കും. പക്ഷേ പ്രശ്നം അവിടെയും തീരില്ല. കൊച്ചിൻ നഗരസഭയുടെ മുൻപിൽ തന്നെ ഞങ്ങൾ ഇത് അവതരിപ്പിച്ചു. ഇതെങ്ങനെയെങ്കിലും കളഞ്ഞാലേ KSRTC നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ഒരു റോഡും കൂടിയാണിത്. അപ്പൊ ഇതിൽ നിന്നുണ്ടാകുന്ന മാലിന്യങ്ങളും പ്രശ്നങ്ങളും വളരെയാണ്. ഈ സംഗതി ഇവിടെ കിടക്കാന്ന് എന്റെ അറിവിലൊരു 10-15 കൊല്ലമെങ്കിലായി. ഈ റോട്ടിൽ കൂടെ നടന്നു പോകാനോ വണ്ടി പിടിച്ചുകൊണ്ട് പോകാനോ പോയി പറ്റുള്ള ഈ റോട്ടിൽ കൂടെ നടന്നു പോകുന്ന ആൾക്കാർ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പോകുന്നത്. കൊച്ചി കോർപ്പറേഷൻ 63, 66 ഡിവിഷനുകളിലായാണ് കനാൽ. വ്യവസായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഉൾപ്പെടെ നിറഞ്ഞതിനാൽ കനാലിനരികിലെ റോഡിലൂടെ നടക്കാൻ പോലുമാകാത്ത സാഹചര്യമുണ്ട്. പേരണ്ടൂർ കനാലിലെ ഈ മാലിന്യങ്ങൾ നീക്കിയില്ലെങ്കിൽ കമ്മട്ടിപ്പാടം പ്രദേശത്തെ 300ഓളം വീടുകളാണ് ദുരിതത്തിലാവുക. ഒരു മഴ പെയ്താൽ മതി, ഈ മാലിന്യ കൂമ്പാരങ്ങൾ നിറഞ്ഞ് വെള്ളം നിറയും, റോഡുകളിലേക്കും വീടുകളിലേക്കും പ്രവഹിക്കും. ഇതിനൊരു പരിഹാരം അധികൃതർ കാണണം. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനോടൊപ്പം റിപ്പോർട്ടർ PT മുഹമ്മദ് ജസീം, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.